ഹലോ, മണി നീ എവിടാ? ഞാൻ ടൗണിലാ ചേച്ചി. നീ ഇങ്ങോട്ടൊന്ന് വരണേ, ഒരു കാര്യമുണ്ട്. ആ ശരി ചേച്ചി. ഇതേ സിബിയുടെ ബാങ്കിൽ കൊടുക്കാനാ. സിബിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം. ആ പിന്നെ ഒരു 1500 രൂപ എടുത്തേര്. ബാലൻസ് കാണും അതില്, ഇല്ലെങ്കിൽ 1000 മതി. പിൻ നമ്പർ കവറിന് പുറത്തുണ്ട്, അറിയാലോ. ആ പൈസ വൈകിട്ട് വരുമ്പോ എടുത്തോണ്ടെന്നാ പോരെ ചേച്ചി? ഇത് സിബിച്ചന്റെ കയ്യിൽ തന്നെ തരാൻ പറഞ്ഞു ആൻസി ചേച്ചി. ദേഷ്യമാണോ? എന്നോട് ദേഷ്യമാണോ എന്ന്? എന്തിന്? അതെന്താ പറയാ? സത്യം പറഞ്ഞാ ദേഷ്യമുണ്ട്. അതിപ്പോ ആർക്കാണേലും കാണില്ലേ. എത്ര നാളായി ഇപ്പൊ വിളിച്ചിട്ട്? പല പ്രശ്നങ്ങളല്ലേ എന്ന്. എന്ത് പ്രശ്നം? പണ്ട് സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടായിരുന്നല്ലോ. പോട്ടേന്ന് വിട്ടുകളാ. എന്തായാലും ഞാനിപ്പോൾ വിളിച്ചില്ലേ. ആ ഇനിയിപ്പോ എത്ര നാളത്തേക്കാന്ന് കണ്ടറിയാം. സെപ്റ്റംബർ 2012 മാത്യു എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ആദ്യ നാളുകളിലെ സന്തോഷം ആയുസ്സെത്തുമോ എന്ന് സംശയിക്കാൻ കാത്തിരിക്കേണ്ടി വന്നില്ല. കുട്ടികൾ വേണമെന്ന ആഗ്രഹം സാധിക്കാത്തത് മാത്യുവിന് വലിയ നിരാശയായി. കാരണക്കാരൻ താനാണെന്ന തിരിച്ചറിവ് മാത്യുവിനെ വല്ലാതെ ഉലച്ചു. ചികിത്സ കൊണ്ട് കാര്യമില്ലെന്ന് ഡോക്ടർമാർ. സന്തോഷമില്ലാത്ത ആ ദിനങ്ങൾ. മാത്യു പതിയെ പതിയെ എന്നിൽ നിന്ന് അകലുകയാണ്. എല്ലാത്തിലും
വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെ. ഒടുവിൽ ആ ദിവസം 2014 ഡിസംബർ മാസം മാത്യു ജീവിതം അവസാനിപ്പിച്ചു. ക്രിസ്മസ് ദുഃഖത്തിൻ്റെതായി. ഒറ്റപ്പെടലിൻ്റെ നാളുകൾ. പുറത്തുള്ള ഒന്നിനോടും ആരോടും താല്പര്യം തോന്നിക്കാതെ കടന്നുപോയി. ഞാൻ എന്നിലേക്ക് മടങ്ങുകയാണ്. പുതിയ തിരിച്ചറിവുകൾ, കാഴ്ചകൾ, ഇഷ്ടങ്ങൾ. വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇടയ്ക്കെന്നോ എപ്പോഴോ ഞാൻ പോലും അറിയാതെ, ആഗ്രഹിക്കാതെ എൻ്റെ യാത്ര പുറത്തുള്ള കാഴ്ചകളിലേക്ക് കൂടിയായി. അവയെ ഞാൻ മെല്ലെ പരിചയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. നിറങ്ങളായും ശബ്ദങ്ങളായും മനുഷ്യരായും. അവയിൽ ചിലത് ഞാൻ അറിയാതെ തന്നെ എന്നിലേക്ക് വന്നിരിക്കുന്നു. മനസ്സിൽ കാലങ്ങളായി അടക്കി വച്ചിരുന്ന സന്തോഷങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക് ചിറക് മുളച്ചിരിക്കുന്നു. അവ പറക്കാൻ തയ്യാറായി. മറ്റൊരു ക്രിസ്മസ് കാലം. 2017. പരിചയപ്പെട്ടവരിൽ അടുപ്പം തോന്നിയ ഒരേ ഒരാൾ വിജയൻപിള്ള. എന്നെ അറിഞ്ഞ ആളിനെ ഒപ്പം കൂട്ടാൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് ഉചിതമായോ എന്ന ചോദ്യം പലപ്പോഴായി മനസ്സിൽ ഉയർന്നു വന്നു. പരിചയത്തിന് പ്രായം ഒന്ന് കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് വേണ്ടത് തരാൻ വിജയൻപിള്ളയ്ക്കായില്ല. ആഗ്രഹത്തിൻ്റെ, ആസക്തിയുടെ വിശപ്പ് അണയാതെ തന്നെ നിന്നു. ഇതിനിടയിൽ മനസ്സ് കാട്ടിത്തന്ന മറ്റൊരാൾ സിബി. കാലം കുറവെങ്കിലും ഞങ്ങൾ വല്ലാതെ അടുത്തു. എന്നിട്ടും സിബിയുടെ ശരീരമറിയാൻ ഇന്നും എനിക്കായില്ല. ഒന്നും അവസാനിച്ചിട്ടില്ല. പുതിയ വഴികൾ. അത് കാണാൻ ആഗ്രഹങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. യാത്ര തുടരുകയാണ്.